ലൈവ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് എന്ന ഒരു മോർണിംഗ് ടാസ്ക് കൊടുത്തിരുന്നു. അതായത് ബിഗ് ബോസ് ഹൗസ് ഒരു സിനിമയാണെങ്കിൽ അതിലെ ഹീറോ ആര്, വില്ലൻ ആര്, അതുപോലെ ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റ് ആയിരുന്നു. അങ്ങനെ സാബുമാൻ്റെ ഊഴം വരുന്നു, സാബുമാൻ വരുന്നു. പുള്ളിക്കാരൻ ഈ ഒരു കാര്യം വരെ ഒന്നും മര്യാദയ്ക്ക് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. സേഫ് ഗെയിം കളിച്ചിട്ടാണ് പുള്ളിക്കാരൻ ഇങ്ങനെ പോകുന്നതെന്ന് തോന്നുന്നുണ്ട്. ഓരോരുത്തരെയും ഇങ്ങനെ നോക്കി വെച്ചിട്ടുണ്ട്. അവരെയൊക്കെ നല്ല സുഖിപ്പിച്ചിട്ടും അവരെ പറ്റി ഒന്നും പറയാതെയും. പിന്നെ അനീഷ് എല്ലാവരുടെയും ചെണ്ടയായതുകൊണ്ട് അനീഷിന് എന്ത് പറഞ്ഞാലും അനീഷ് തിരിച്ചു പറയില്ലല്ലോ. അങ്ങനെ സാബുമാൻ ആദ്യം പറയുന്നു, എൻ്റെ മനസ്സിൽ ആദ്യം ഉണ്ടായത് നെവിൻ പറഞ്ഞതുപോലെയായിരുന്നു, ഷാനവാസ് ഹീറോ, അക്ബർ വില്ലൻ. പിന്നീട് ഞാൻ വിചാരിച്ചു ലക്ഷ്മിയുടെ ഒന്ന് നോക്കിയാലോ എന്ന്. പിന്നീട് എനിക്ക് തോന്നി അത് നടക്കില്ലെന്ന്. പിന്നെ ഞാൻ നോക്കുമ്പോൾ അനു ഹീറോ ആവണം, അല്ലെങ്കിൽ ശത്രു ആവണം, അല്ലെങ്കിൽ നെവിൻ ശത്രു ആവണം. അങ്ങനെ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു, ടാസ്ക് ലെറ്റർ വായിച്ചില്ലേ, ടാസ്ക് മര്യാദയ്ക്ക് ചെയ്യാൻ പറയുന്നു. അങ്ങനെ അവസാനം പുള്ളിക്കാരനൊരു ഇതിലെത്തി, അനു ഹീറോ, നെവിൻ വില്ലൻ, ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റ് നൂറ. സത്യത്തിൽ ഈ സാബുമാൻ ബിഗ് ബോസ് ഷോ ഒന്നും ഇതിനു മുൻപ് കണ്ടിട്ടില്ലേ? പുള്ളിക്കാരൻ ഒരു ഐഡിയ ഇല്ലേ, ഏതോ ലോകത്താണ്. ആകെ ചെയ്തത് ഇന്നലത്തെ ടാസ്കിലെ ആ ഒരു ഭൂതമാണ്. എപ്പോഴും ഭൂതമായിട്ട് നടക്കാൻ കഴിയുമോ ഈ ബിഗ് ബോസ് ഹൗസിൽ? മറ്റെന്തെല്ലാം കാര്യങ്ങളുണ്ട്.